ടി ജി പി വി അൻവറിൻ്റെ ഇന്നലത്തെ ദീർഘമായ പത്രസമ്മേളനമാണ് ഇപ്പോൾ കീറി മുറിച്ച് ഇന്ന് സകല മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും അതിൻ്റെ പല ആംഗിളും ചർച്ചയ്ക്ക് വെച്ചു. ഞാൻ ടി ജിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ഇടയിൽ വന്ന ഒരു പാസിംഗ് കമൻ്റ് എന്ന് നമുക്ക് തോന്നാവുന്ന, അപ്രധാനമെന്ന് തോന്നാവുന്ന, എന്നാൽ ആരും ഏറ്റെടുത്തിട്ടില്ലാത്ത, ആരും ആ വിഷയം ചർച്ച ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. പ്രിൻറ്റ് മീഡിയയിലും ഇല്ല, സോഷ്യൽ മീഡിയയിലും ഇല്ല. ആ വിഷയമാണ്. അതെന്താണെന്ന് വെച്ചാൽ, അൻവർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ രാഷ്ട്രീയത്തിൽ കലാപം കൂട്ടാനിറങ്ങുന്ന ആരും നിസ്സഹായരാണ്, ഞാൻ ഉൾപ്പെടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ, എന്നെ പിന്തുണക്കേണ്ടത് ആരാണ്? ഞാൻ സി പി എമ്മിലെ പുഴുക്കുത്തുകൾക്ക്, സി പി എമ്മിലെ അഴിമതി, സി പി എമ്മിലെ സ്വജനപക്ഷപാതം, സി പി എമ്മിൻ്റെ അധാർമികത, സി പി എം ക്രിമിനലുകളായ ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടുനിൽക്കുന്നത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഞാൻ ഉന്നയിക്കുമ്പോൾ മറുപക്ഷത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്നെ പിന്തുണക്കും എന്ന് വിശ്വസിക്കാൻ വയ്യ, പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം കേരള രാഷ്ട്രീയത്തിൽ അത് വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ മറ്റു വിധാനങ്ങളിലേക്കൊക്കെ ടി ജിക്ക് പോകാം. ചോദ്യം ഇതാണ്, കേരള രാഷ്ട്രീയത്തിൽ കക്ഷികൾക്ക് അതീതമായ ഒരു നെക്സസ് ഉണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ പരസ്പരം രക്ഷപ്പെടുത്തും. ഇന്നത്തെ ഭരണകക്ഷി നാളെ പ്രതിപക്ഷമാവും, പ്രതിപക്ഷം നാളെ ഭരണകക്ഷിയാവും. അവരൊക്കെ ചെയ്ത കുറ്റകൃത്യങ്ങളെ അട്ടിമറിക്കും. ഇവരൊക്കെ ഈ രാഷ്ട്രീയം കൊണ്ടുണ്ടാക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ പരസ്പരം വീതം വെക്കും. അതുകൊണ്ട് വല്ലാത്തൊരു നെക്സസ്സാണ് ജനാധിപത്യത്തിലൊരു പ്രതീക്ഷ. ഞാനിത് ടി ജിയോട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ ആത്മാർത്ഥമായൊരു ആഗ്രഹം. കാരണം ജനാധിപത്യത്തിലെ ഒരേ ഒരു പ്രതീക്ഷ പ്രതിപക്ഷമാണല്ലോ ടി ജി. പ്രതിപക്ഷവും ഭരണകക്ഷിയും ചേർന്നുള്ള നെക്സസ് ഒരു ക്രിമിനൽ നെക്സസ്സായി തീരുമ്പോൾ ജനങ്ങൾക്ക് എവിടെയാണ് പ്രതീക്ഷ? വലിയ പ്രതീക്ഷയൊന്നും ജനങ്ങൾക്കില്ല. ഉണ്ടെന്ന് ചിലരൊക്കെ ഭാവിക്കുന്നു. തെരഞ്ഞെടുപ്പിലൊരു അന്തരീക്ഷം ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഇത് ശരിയാകും എന്നൊക്കെ വിചാരിക്കുന്നു. ഒരു പ്രത്യേക കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. അവരധികാരത്തിൽ വരുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം എന്തെങ്കിലും നക്കാപ്പിച്ചയൊക്കെ ജനങ്ങൾക്ക് കൊടുക്കും. മാസം 1600 രൂപ വയസ്സായവർക്ക് പെൻഷൻ. അത് തന്നെ 6 മാസം കഴിയുമ്പോൾ ഒരു ഗഡു കൊടുക്കുക. അത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള സന്തോഷം, ഇതൊക്കെ വെച്ച് ജനങ്ങളങ്ങ്, പിന്നെ ബാക്കി ബെവറേജസും ഒക്കെ വെച്ചാണ് ജനങ്ങൾ മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. ഇത് 1999 മറ്റോ ആണ് ഞാൻ MA ജോൺ ഉണ്ടല്ലോ, കോൺഗ്രസ് പഴയ മരിച്ചുപോയി അദ്ദേഹമായിട്ടിങ്ങനെ കാഷ്വൽ ടോക്കിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് അബ്കാരി രംഗത്ത് ഒരു വർഷം മറിയുന്ന തുക 4500 കോടിയാണ്. ഒരു വർഷം നമ്മുടെ സ്റ്റേറ്റ് കൈക്കൂലിയായിട്ട്. കൈക്കൂലി എന്ന് വെച്ചാൽ ഗ്രീസ് മണി എന്ന് പറയും. എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുമല്ല. ഒരു നിശ്ചിത തുക വർഷം തോറും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും. കപ്പം കൊടുക്കും പോലെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ 4500-ൻ്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചാൽ 3000 ഭരണകക്ഷിക്കും 1500 കോടി പ്രതിപക്ഷത്തിന്. അത് LDF ഇപ്പുറത്തിരുന്നാലും UDF ഇപ്പുറത്തിരുന്നാലും 3000 1500. ഇത് ആ പ്രൊപ്പോർഷൻ മാറുന്നു മാത്രമേ. ആ പ്രൊപ്പോർഷൻ മാറുന്നു, കിട്ടിക്കൊണ്ടിരിക്കും, അത് വാങ്ങുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തോട് പറഞ്ഞു, സാറിന് ഇത് എഴുതിക്കൂടെ? സാറൊരു വലിയ പൊളിറ്റിക്കൽ ഫിഗറാണ്, ഇത് എഴുതിക്കൂടെ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എഴുതുന്നുണ്ട്. അടുത്ത ആഴ്ചത്തെ സമകാലിക മലയാളം ആഴ്ചപ്പതിപ്പെടുത്ത് നോക്കുക, അതിൽ എൻ്റെ ലേഖനം വരും. പക്ഷേ മോഹൻദാസ് ഒരു ഭൂകമ്പവും പ്രതീക്ഷിക്കേണ്ട, ആരും ആ സബ്ജക്റ്റിൽ തൊടില്ല, ആരും തൊടില്ല. അത് കണ്ടില്ലെന്ന് നടിക്കും. ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഒരു വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കണ്ടില്ല എന്ന് നടിക്കുക, നിസ്സാരവൽക്കരിക്കുക. ഇതായിരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എഴുതി. സമകാലിക മലയാളത്തിൽ വന്നു. അന്ന് എനിക്ക് തോന്നുന്നു MV ബെന്നിയാണ് സമകാലിക മലയാളത്തിൽ. അപ്പോൾ MV ബെന്നി ഒരു ധാർമ്മിക ബോധമുള്ള ആളാണ്. ഇത്തരം ലേഖനങ്ങൾ പൂഴ്ത്തിക്കളഞ്ഞ് ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന ആളല്ല. MV ബെന്നി ബോൾഡായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു. ഇൻട്രോയും ഒക്കെ കൊടുത്തിട്ട് ഒരു ലേഖനം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണോ അങ്ങനെ തന്നെ ബെന്നി അത് ചെയ്തു. ഒന്നും സംഭവിച്ചു, ആരും അനങ്ങിയില്ല, മിണ്ടിയില്ല.
ആരും വേണ്ടിയില്ല, തൊട്ടില്ല അതിൽ. അതാണ് ക്രൂരമായി അവഗണിച്ചു. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും നിശബ്ദരാകും. അത് കറക്റ്റാണ് സാർ, എല്ലാവരും നിശബ്ദരാകും. അതിന് സമാനമായ കാഴ്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ എല്ലാവരും മറുപടി പറയാൻ ബാധ്യസ്ഥരായ ഒരു പോയിൻ്റാണത്. ഒരാളും മിണ്ടിയിട്ടില്ല, ഒരു നേതാവിനും പ്രതികരണമില്ല. CPM ഇടതിനും വലതിനും ഒന്നും മിണ്ടാട്ടില്ല. ബാക്കി സാർ നോക്കൂ, ഒരു 2 മണിക്കൂറായിരുന്നു അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം, 4:30 മുതൽ 6:30 വരെ. അത് കഴിഞ്ഞ് രാത്രി മീഡിയ 1 പ്രമോദ് രാമന് 9 മുതൽ 9:30 വരെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അല്ലേ? ഓ, മനോരമയ്ക്കും ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അത് എത്ര ദീർഘമായിരുന്നു എന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഈ മൊത്തം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, റിട്ടറിക്, വാചാടോപം എന്ന് പറയുന്നതാണ് കൂടുതൽ. പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി. ശരി, അതൊരു വിശേഷണം മാത്രമാണ്. സൂര്യൻ കെട്ടുപോയി, ചന്ദ്രൻ ഉദിച്ചു, നക്ഷത്രങ്ങൾ തിളങ്ങി എന്നൊക്കെ പറയാൻ നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഒരു നാടകീയത വരെ ഒന്നുമില്ല. അതുപോലെ മുഹമ്മദ് റിയാസ് ഒരേ സമയം മന്ത്രിയായിരിക്കുന്നു, സെക്രട്ടേറിയറ്റിലും വരുന്നു. ഇതൊരു നല്ല കാര്യമല്ല. ശരി, നല്ല കാര്യം അല്ലെങ്കിൽ അല്ല, അതിലൊന്നും ഒരു കഴമ്പില്ല. ഇതൊക്കെ നിങ്ങളുടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, വിശേഷണങ്ങൾ മാത്രമാണ്. പി ശശി കാട്ടുകള്ളനാണ്. എത്രയോ ചായക്കടയിലിരുന്ന് എത്രയോ പേര്, എത്രയോ മനുഷ്യരെ അവൻ കാട്ടുകള്ളനാണെന്ന് പറയുന്നു. സാറ് നടന്നു പോകുമ്പോൾ സാറിൻ്റെ ഗ്രാമപ്രദേശത്ത് സാറ് പോയി കഴിയുമ്പോൾ പറയും, പൂണ്ട കള്ളനാണ് കേട്ടോ അവൻ എന്ന് പറയും ഒരാൾ പറയും. അപ്പോൾ അതിപ്പോൾ ഇത്ര വലിയ കാര്യം എന്താ? ഇതിലൊന്നും സബ്സ്റ്റൻസ് ഇല്ല. ആകെ ഞാൻ നോക്കിയതിൽ അൻവർ കൊണ്ടുവന്നതിൽ സബ്സ്റ്റൻസ് ഉള്ള ഒരു കാര്യം, ഒരു 2 സ്വർണം പൊട്ടിക്കൽ കേസ് അൻവറിനോട് പറയുന്നതായിട്ടുള്ള വീഡിയോ അൻവർ കാണിച്ചു. എന്നെ ഒരാൾ 100 രൂപ പോക്കറ്റ് അടിച്ചു എന്ന് ഞാൻ സാറിനോട് പറയുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് സാറ് പുറത്തു വിടുന്നു. എന്നിട്ട് പറയുകയാണത് ആ പോക്കറ്റ് അടിച്ചതിന് തെളിവ്. ഇതെങ്ങനെ തെളിവാകും? എൻ്റെ പോക്കറ്റ് അടിച്ചു എന്ന് ഞാൻ തന്നെ പറയുന്നത് പോക്കറ്റ് അടിക്ക് തെളിവല്ല. അപ്പം തെളിവായിട്ട് വീഡിയോ ഹാജരാക്കി. ഞാൻ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പറ്റിച്ച് പോലീസുകാർ പറയുന്നു അത് മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവരത് കോടതിയിൽ കൊടുത്തു. അൻവർ തന്നെ പറയുന്നു, CMP, ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ, സാധാരണ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന പെറ്റീഷനെല്ലാം CMP ആണ്. അത് മജിസ്ട്രേറ്റ് പ്രോസസ്സാക്കിയിട്ട് മറുഭാഗത്തിന് നോട്ടീസ് അയക്കുമ്പോൾ ഇത് CC ആയിട്ട് മാറും. CMP എന്നുള്ളത് മാറിയിട്ട് CC, ക്രിമിനൽ കേസ് എന്നോ മറ്റോ ആണ്. CC എന്ന് പറഞ്ഞിട്ട് നമ്പർ മാറ്റും. ഇത് കോടതിയിലൊരു സാധാരണ പ്രശ്നം. CMP കോടതിയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് പരാതി മജിസ്ട്രേറ്റിന് കൊടുത്താലും അതിൻ്റെ പേര് CMP എന്നാണ്, ക്രിമിനൽ മിസ്ലേനിയസ് കംപ്ലയിൻറ്റ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പറ്റിയുള്ള ഒരു മിസ്ലേനിയസ് എന്ന് വെച്ചാൽ പലവക കംപ്ലയിൻറ്റിൽ ഒന്നാണിത്. മജിസ്ട്രേറ്റ് അത് പരിശോധിച്ചിട്ട് പോലുമില്ല. ഈ സാധനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു കേസായിട്ട് അൻവറെ കാണിക്കുന്നു. കേസ് തന്നെയാണ്. സാർ ആലോചിച്ച് നോക്ക്, തൊണ്ടി മുതൽ മോഷ്ടിക്കുക എന്നുള്ളത് ഇപ്പോഴല്ല, പണ്ട് മുതലേ പോലീസിലുള്ളതാണ്, ചെയ്യുന്ന പണിയാണ്. എൻ്റെ മാല പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഉത്സവത്തിനിടയ്ക്ക് ഒരു സ്ത്രീ പോലീസിൻ്റെ അടുത്ത് പോകുന്നു. പൊട്ടിച്ചോ, അപ്പോൾ ഒരു കഷ്ണം ഇവരുടെ കയ്യിലുണ്ട്, ആ കഷ്ണം ഇവിടെ വെച്ചു, അത് വെച്ചിട്ട് ബാക്കി തപ്പണമല്ലോ. അവസാനം 3 മാസം കഴിയുമ്പോൾ ഈ സ്ത്രീ ഈ ബാക്കി കഷ്ണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പോലീസിൻ്റെ പുറകെ നടക്കേണ്ട ഗതികേടാവും. അത് കാണാനില്ലാതെ ഇത് ഒരു സാധാരണ ഇതാണ് ഈ സ്വർണം പൊട്ടിക്കൽ ഇടപാട്. അപ്പോൾ അൻവറിൻ്റെ വാദം, കസ്റ്റംസുകാർ സ്വർണം പിടിക്കുന്നില്ല, കാരണം സ്വർണം പിടിച്ചാൽ അവർക്കുള്ള റിവാർഡ് വളരെ കുറവാണ്. അതുകൊണ്ട് അവർ പോലീസിനെ അറിയിക്കുന്നു, ഇന്ന ആളിൻ്റെ വയറ്റത്തോ നെഞ്ചത്തോ സ്വർണ്ണമുണ്ട്, നീ പിടിച്ചോ എന്ന് പറയുന്നു. പോലീസ് അത് പിടിക്കുന്നു, കുറേ പോലീസ് എടുക്കുന്നു, ബാക്കി കോടതിയിൽ ഹാജരാകും. പോലീസിന് ഇത് പിടിക്കാനുള്ള അവകാശമില്ല, അത് കസ്റ്റംസിന് പോകണം, CRPSയിൽ അതാണ് ചട്ടം എന്നൊക്കെ പറഞ്ഞാണ് അൻവർ ബഹളം വയ്ക്കുന്നത്. വാസ്തവത്തിൽ സത്യാവസ്ഥ സാർ ആലോചിച്ച് നോക്ക്, കസ്റ്റംസ് സ്വർണം പിടിക്കാതെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? കസ്റ്റംസിന് റിവാർഡുള്ളതായിട്ട് എനിക്കറിയില്ല, വല്ല ഗുഡ് സർവീസ് എൻട്രിയോ വല്ലതും കാണുമായിരിക്കും. അല്ലാതെ സ്വർണം പിടിച്ചതിന് റിവാർഡ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കസ്റ്റംസുകാരെല്ലാം വൻ പണക്കാരായിട്ട് മാറും. 1% റിവാർഡ് കൊടുത്താൽ തന്നെ അവർ വലിയ ആൾക്കാരാകും. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
എന്നേക്കാൾ കൂടുതൽ ഈ കള്ളക്കടത്തും പ്രോസസ്സിനെ പറ്റി അറിയാവുന്ന ആളാണ് അൻവർ. അത് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് മുഖവിലേക്ക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ബുദ്ധിമുട്ടിന് പോകേണ്ട കാര്യം എന്താ? 1 കിലോ സ്വർണവുമായിട്ട് ഞാൻ എയർപോർട്ടിൽ വരുന്നു, കസ്റ്റംസ് എന്നെ പിടിക്കുന്നു. അവർ പറയുന്നു 1/2 കിലോ സ്വർണം മോഹൻദാസ് ഞങ്ങളെടുക്കും, 1/2 കിലോ താൻ കൊണ്ടുപോക്കൂ. എന്ത് പറയുന്നു? കേസും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ സമ്മതിക്കുമല്ലോ. തീർച്ചയായിട്ടും 1/2 കിലോ പോയാലും വേണ്ടില്ല, കേസും കൂട്ടമില്ലാതെ രക്ഷപ്പെട്ടല്ലോ. ഇത് ഈസി ആയിട്ട് കസ്റ്റംസിന് ചെയ്യാം. പിന്നെ കസ്റ്റംസ് എന്തിന് മോഹൻദാസിൻ്റെ കയ്യിൽ 1 കിലോ സ്വർണ്ണം ഉണ്ടെന്ന് അവിടുത്തെ SP വിളിച്ച് പറഞ്ഞിട്ട് ആ SP ആൾക്കാരെ വിട്ട് എന്നെ വഴിയിലിട്ട് പിടിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിനകത്തുനിന്ന് 1/2 കിലോ എടുത്തിട്ട് ബാക്കി 1/2 കിലോ കോടതിയിൽ കൊണ്ടുപോയി അതിന് സീഷർ മാസർ ഉണ്ടാക്കി എന്തെല്ലാം തലവേദന. ഇതിന് പോകേണ്ട കാര്യം എന്താ? കസ്റ്റംസിന് തന്നെ ഇത് ചെയ്യാമല്ലോ. അതെ അതെ, ഇനി ലോജിക്കില്ല. വേറൊരു സംഭവം, പോലീസ് പറയുകയാണ്, എടോ നിങ്ങൾക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ നിങ്ങൾ അടിച്ചു മാറ്റുന്നു, നമുക്കൊക്കെ ജീവിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കസ്റ്റംസുകാരൻ പറയുന്നു, ശരി ഒരു കാര്യം ചെയ്യും, മാസം 100 ഗ്രാം വെച്ച് SP ഓഫീസിൽ എത്തിച്ചേക്കാൻ പോരെ. 100 പോരാ, 200 വേണം. എന്നാൽ ശരി 200. ഇതങ്ങ് ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഈ പാടിനൊന്നും പോകേണ്ട കാര്യമില്ല. ഈ പാവങ്ങളെ വഴിയിലിട്ട് പിടിക്കുക, മജിസ്ട്രേറ്റ് എന്തൊക്കെ പറഞ്ഞാലും പോലീസിന് ഒരു തലവേദനയാണല്ലോ. ഒരു കേസ് ഒരാളെ കൊണ്ടുപോയി ഹാജരാക്കുക, സീഷർ മാസ്റ്റർ അത് കോടതിയിൽ ഹാജരാക്കുക, സ്വർണം കൊണ്ടുപോയി ഹാജരാക്കുക, അതിൽ നിന്ന് കുറച്ച് മാറ്റുക, അതിൻ്റെ കണക്കെഴുതി വയ്ക്കുക, അതിൻ്റെ എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഈ സീഷർ മാസ്റ്റർ കീറിക്കളയുക, അത് കാണാനില്ലെന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ പോലീസ്? അതെ അതെ, ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. TG പറഞ്ഞു വരുന്നത് അൻവർ ഉന്നയിക്കുന്ന ഈ സ്വർണ്ണ കേസുകൾ പോലും ലോജിക്കില്ലാത്തതാണ്. ഇത് സംഭവിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ പോലീസ് റിപ്പോർട്ട് എടുത്ത് കാണിച്ച് പറഞ്ഞില്ല. 187 കേസുണ്ട്. അതിൽ 127 മലപ്പുറം ജില്ലയിലാണ്. അൻവറും സമ്മതിക്കുന്നു മലപ്പുറം ജില്ലയിലാണ്. കാരണം എയർപോർട്ട് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കേസ് ജില്ലയിലെ പോലീസാണ് എടുക്കുക, ഇതാണ് പറയുന്നത്. അപ്പോൾ അൻവറിന് അതിലൊരു സങ്കടമുണ്ട്. ഈ അസാമാന്യനായ മതേതരനാണല്ലോ അൻവർ പറയുന്നത് ഇത് നാളെ ലോക്സഭയിൽ ചോദ്യമായിട്ട് വരും. ഏറ്റവും അധികം കള്ളക്കടത്ത് കേസുകൾ, സ്വർണം പിടിച്ച കേസുകൾ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ. അങ്ങനെ മലപ്പുറം ജില്ലയെ ചീത്തയാക്കും. അതുകൊണ്ട് ഇവർക്ക് മുസ്ലിങ്ങൾ ചീത്ത ആണ് വരും. ഇതൊക്കെ വെറുതെ അൻവറിൻ്റെ സ്വപ്നമാണ്. കാരണം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. ഇവിടെ വന്ന് മറിയുന്ന സ്വർണവും കുറവാണ്. ആണല്ലേ സാർ? ചെന്നൈ എയർപോർട്ട്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി അവിടെയൊക്കെ വന്ന് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കണം. ഒരു കാലത്ത് മുംബൈയിൽ തന്നെ ഇതിൻ്റെ വലിയ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും അതെ ആണല്ലേ? ഇപ്പോഴും അതെ. അതുകൂടാതെ പോർട്ട്, സീപോർട്ട്, എയർപോർട്ടിലാണല്ലോ ഇപ്പോൾ ഈ സെൻസിറ്റീവ്, കാരണം ഫ്ലൈറ്റൊക്കെ ആയതുകൊണ്ട്. സീപോർട്ടിൽ എന്താ സംഭവിക്കുന്നത്? ആരും അറിയുന്നില്ല. എന്താ കടൽ വഴി സ്വർണം വന്നാൽ വരില്ലേ ഇങ്ങോട്ട്? വരും. അപ്പോൾ ഈ നമ്മൾ കൊച്ചു കേരളത്തിൽ കിടന്ന് ഈ വലിയ ഞാൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുണ്ടല്ലോ, ഇത് നമ്മുടെ നയതന്ത്ര ചാനൽ വഴി ഇത് ഡൽഹിയിലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ അയാൾ എടുത്ത് വായിക്കാൻ എന്നോട് ചോദിച്ചത്, എമൗണ്ട് എത്രയുണ്ട് മോഹൻദാസ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഇൻവോൾവ്? ഞാൻ പറഞ്ഞൊരു 30 കോടി രൂപയുടെ സ്വർണം. 30 കോടി ഇവിടെ പ്രാതലിനും തികയില്ല. ഡൽഹിയിൽ 30 കോടി അവർക്കൊരു ഫിഗറല്ല. അയാൾ പറഞ്ഞു 100 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ മോഹൻദാസിനേക്ക് ഫോൺ ചെയ്ത് പറ. അതല്ല, അത് 30 കോടി എന്നൊക്കെ വലിയ കാര്യമല്ല. കസ്റ്റംസിനും വലിയ കാര്യമല്ല, ഇൻകം ടാക്സിന് കാര്യമല്ല, എൻഫോഴ്സ്മെൻറ്റിന് കാര്യമില്ല. 30 കോടി ഇസ് എ സ്മോൾ എമൗണ്ട്. ഞാനും സാറും ദരിദ്രവാസികളായിപ്പോയി. അയാൾ എന്നെ ഉപയോഗിച്ച് വാക്കണം. മോഹൻദാസ് ദരിദ്രവാസിയായിപ്പോയി. 30 കോടി എന്ന് പറഞ്ഞാൽ വലിയ തുക. ഇത് മോഹൻദാസിൻ്റെ മാത്രം പ്രശ്നമാണ്. നമ്മൾക്ക് നല്ല നേരം നോക്കി കഞ്ഞി കുടിക്കുന്നവർക്ക് വലിയ തുക, അവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. മൊത്തം രാഷ്ട്രീയത്തിൽ മറിയുന്ന പൈസ നോക്കിക്കഴിഞ്ഞാൽ 99-ൽ എമേജോൺ എന്നോട് പറഞ്ഞ തുക 4500 കോടിയാണ്. അതുമായിട്ട് ഇപ്പോൾ താരതമ്യം ചെയ്താൽ 30 കോടി എന്ത് ചില്ലറയാണ്? തീർച്ചയായിട്ടും ചെറിയ സംഖ്യയാണ്. ഇപ്പോൾ അപ്പോൾ അബ്കാരി തലത്തിൽ മറിയുന്ന തുക എത്രയായിരിക്കും? അന്ന് 4500 മറിഞ്ഞിരുന്നെങ്കിൽ. അതെ, ഇതിൽ ഈ നെക്സസ് ഇത് അൻവർ പറയുന്നു. മാത്രമല്ല അൻവർ ഇന്ന് പറഞ്ഞു, എനിക്ക് ഈ നെക്സസിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞു. കാരണം പ്രമോദ് രാമനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പ്രമോദ് രാമൻ ഇൻസിസ്റ്റ് ചെയ്യുന്നു, നിങ്ങളിങ്ങനെ പറയാൻ കാര്യം എന്താ? പ്രതിപക്ഷം എന്തുകൊണ്ട് ഇതിൻ്റെ ഗുണമെടുക്കുകയില്ല? അവർക്കതുകൊണ്ട് പ്രയോജനം എന്താ? അപ്പോൾ അൻവർ 2 കേസാണ് പറയുന്നത്. പുനർജനിയുടെ കേസ് വന്നു കഴിഞ്ഞാൽ സതീശൻ നിശബ്ദനാകും, VD സതീശൻ. മോൻസൺ മാവുങ്കലിൻ്റെ കേസ് കാണിച്ചാൽ K. സുധാകരൻ നിശബ്ദനാകും.
അവരങ്ങനെ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. മാസപ്പടി കേസ് വന്നാൽ രമേശ് ചെന്നിത്തല നിശബ്ദനാവും, ഐസ്ക്രീം കേസ് വന്നാൽ കുഞ്ഞാലിക്കുട്ടി നിശബ്ദനാവും. അല്ല, ഐസ്ക്രീം കേസിൽ അതൊരു ഫൈനാലിറ്റി എത്തിയ കേസാണ്. അതെ അതെ. ഈ കേസുകളൊക്കെ ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതാണ്. തുടങ്ങുകയും ചെയ്തു, തീർന്നിട്ടുമില്ല. അപ്പോൾ എങ്ങനെയും അത് കൊണ്ടുപോകാൻ പിണറായി വിജയന് സാമർഥ്യം ഉണ്ടാകും. അപ്പോൾ പിണറായി വിജയൻ വി.ഡി. സതീശനോട് പറയും, അതേ കാര്യമൊക്കെ കൊള്ളാം, ഒരു ലിമിറ്റ് വരെ മതി, ലിമിറ്റ് വരെ ഉള്ളൂ, അത്രേ ഞങ്ങൾ ചെയ്യുള്ളൂ. അവിടെ ഒരു കാര്യം, നിങ്ങൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ പടിഞ്ഞാറേ മൂലയ്ക്കുള്ള ഗേറ്റിൽ ബാരിക്കേഡും ജലപീരങ്കിയും വയ്ക്കണം, ഞങ്ങളുടെ ആൾക്കാർ വരുമ്പോൾ ചീറ്റിക്കണം, അതില്ലാതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ പിന്നെ പിള്ളേർ വയലൻ്റ് ആവും, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ വിളിച്ച് പറയും, എടോ ഒരു ജലപീരങ്കി ഒരു 4 ബാരിക്കേഡ് അവിടെ വയ്ക്കുക, അത് പിടിച്ചിങ്ങനെ കുലുക്കും, അപ്പോൾ ഈ വെള്ളം ചീറ്റും വീട്ടിൽ പോകും. ഇതാണല്ലോ സംഭവം. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ. ഇത് ആ മാർച്ച് എവിടം വരെ പോകും, എപ്പോൾ വെള്ളം ചീറ്റിക്കും? ഒന്നാമത് തിരുവനന്തപുരത്ത് വെള്ളം കിട്ടാനില്ല, വലിയ ശുദ്ധജലക്ഷാമമാണ്. ഏതെങ്കിലും തോട്ടിൽ നിന്നൊക്കെയാണ് ഈ ജലപീരങ്കിലേക്ക് വെള്ളമായിരിക്കും. നല്ല വെള്ളമൊന്നും അല്ല കേട്ടോ, ഇച്ചിരി ചീറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ മാറിക്കോളണം എന്ന് പിള്ളേരോട് പറയാം. അവർക്കും അറിയാം ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത്. അത് ചെയ്യും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തുറന്ന് കാണിക്കാനോ പിടിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് പറഞ്ഞില്ലേ, ഈ വീണാ വിജയന് എതിരെ FIR ഇടണം, 120B ഗൂഢാലോചന, 420 ചീറ്റിംഗ്. ഇതിൽ കേസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ പോലീസിന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, കേരള പോലീസിന് റിമൈൻഡർ കൊടുത്തിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് ചെയ്തില്ല. എന്നാൽ എൻഫോഴ്സ്മെൻറ്റിന് സ്വയം ഇത് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവരും ചെയ്തിട്ടില്ല. കേജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് എൻഫോഴ്സ്മെൻ്റ് ആണ്. അവർക്ക് വീണാ വിജയനെ പിടിക്കാൻ എന്താ കുഴപ്പം? അവർ കേരള പോലീസിന് അറിയിപ്പ് കൊടുത്തിട്ടും ഉണ്ടാതിരിക്കുന്നു. ഇത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ പിന്നെ എന്താ? തീർച്ചയായിട്ടും അൻവർ പറഞ്ഞു എന്നതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ച് തീരൂ. ഈ ഒരു നാടകം അല്ലേ TG പറഞ്ഞനുസരിച്ച് ഈ ഒരു നാടകം സാറ് ഈ കേരളത്തിലെ സകല പൊതുസ്ഥലത്തും ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ചായക്കട, ഹോട്ടൽ, ഇവിടെ എല്ലാം സാറി പ്രസ്താവന പറഞ്ഞു നോക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ടോപ്പിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും. ഇപ്പോൾ വന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ജനകീയ ആസൂത്രണത്തിൻ്റെ കാലം തൊട്ട് പ്രാദേശിക ലെവലിൽ ഇതുണ്ട്, പഞ്ചായത്ത് തലത്തിൽ അവർ വീതം വെപ്പാണ്. അല്ല, ഇപ്പം അൻവർ പറഞ്ഞത് ബ്രാഞ്ച് തലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്തത്. ബാക്കി എല്ലാ തലത്തിലും ഏരിയ, ജില്ല എല്ലാം വന്നു കഴിഞ്ഞു. ഇതെന്തായെന്നൊരു പ്രവർത്തനം ചോദിച്ചു കഴിയുമ്പോൾ അല്ല, അത് കോൺഗ്രസിന് വേണ്ടി ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താ എന്ന് പറയുന്നു. ചുരുക്കത്തിൽ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വിവരക്കുറവ് കൊണ്ട് പറഞ്ഞു പോയ കുറച്ച് വിശദാംശങ്ങൾ ഒഴിച്ചാൽ നമുക്ക് സംശയലേശം എന്നെ അംഗീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ നാടകം, ഈ നെക്സസ് നാടകം. ഇത് ജനാധിപത്യം ഉള്ള കാലത്തോളം കണ്ടുകൊണ്ടിരിക്കുന്നതാണോ? അത് നടക്കും, അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതെത്രയോ കാലമായിട്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തുടങ്ങിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടോപ്പ് മോസ്റ്റ്. പലപ്പോഴും ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ തീർന്നു പോകുന്നത്. കൈവിട്ട് പോകാതെ ഒക്കെ നോക്കുക. ഒരു സമരം ബഹളമൊക്കെ വല്ലാതെ വയലൻ്റൊക്കെ ആയി കഴിയുമ്പോൾ ടോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് മൊത്തം നശിപ്പിക്കരുത്, ശരി എന്നാൽ ഒന്ന് പതുക്കെ ആക്കി കളയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് അത് സത്യസന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. ഇവർ തമ്മിലൊരു ധാരണയുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ധാരണ ക്രൈം ഒതുക്കാനുള്ള ധാരണയായിട്ടും കാശ് അമുക്കാനുള്ള, കാശ് വീതം വയ്ക്കാനുള്ള ധാരണയായിട്ട് മാറി. അതല്ലാതെയുള്ള രാഷ്ട്രീയ ധാരണ. കാരണം രാഷ്ട്രം നമ്മൾ നിലനിൽക്കണം, അതിന് വിരുദ്ധമായിട്ട് സർവ്വസംഹാരിയായ സമരങ്ങൾ, വഴക്കുകൾ ഉണ്ടാവരുത്. അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മൊത്തം രാഷ്ട്രീയ വേണ്ടി ഉണ്ടായിരുന്ന ധാരണയാണ് ഈ നെക്സസ്. അത് പിന്നീടാണ് ക്രിമിനൽ താല്പര്യങ്ങളിലേക്ക് മാറിയത്. പിന്നെ ഇപ്പോൾ ക്രിമിനൽ താല്പര്യത്തിലേക്ക് പോയി, അത് കേസ് ഒതുക്കുക, പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ട്, ക്രിമിനൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള സംഗതിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ട്. സാർ, ഒരു മോഷണ കേസിൽ പ്രതിക്ക് സാക്ഷി പറയാനായിട്ട് ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ബോംബെയിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നെഹ്റുവിൻ്റെ ഒരു സുഹൃത്ത് മോഷണ കേസിൽപ്പെട്ടു. നെഹ്റു ഇദ്ദേഹം സത്യസന്ധനാണെന്ന് പറഞ്ഞ് സാക്ഷി പറയാനായിട്ട് പോയി. സാക്ഷി പറഞ്ഞു. ഇപ്പോഴും അത് ഞാനിതറിയുന്നത് ലോ കോളേജിൽ
ഒരു എക്സാമ്പിളായിട്ട് ഇത് പഠിപ്പിക്കുമ്പോൾ ഈ കേസാണ് പഠിപ്പിക്കുന്നത്. സാക്ഷിമൊഴി, അതിൻ്റെ പ്രാധാന്യം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ജവഹർലാൽ നെഹ്റു ഹാജരായി മൊഴി പറഞ്ഞു. എന്നിട്ടും കേസ് തോറ്റു. പുള്ളി ശിക്ഷിക്കപ്പെട്ടു, പുള്ളിയുടെ സുഹൃത്ത്. പക്ഷേ സുഹൃത്തിനെ രക്ഷിക്കാൻ പുള്ളി അവിടം വരെ പോയി. മനസ്സിലായോ? അല്ല, നല്ല കോമ്പിനേഷൻ. ഇപ്പോൾ നെഹ്റു ആണ് തൻ്റെ ആരാധ്യ പുരുഷനും തൻ്റെ കുടുംബത്തിൻ്റെ ആചാര്യനെന്നും ഐക്കൺ എന്നൊക്കെ അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അൻവറിന് സാക്ഷി പറയാനായിട്ട് ഹാജരാകുകയും ചെയ്യും. മനോഹരമായ ഈ ഒരു ബന്ധിപ്പിക്കലോട് കൂടിയിട്ട്, മീൻസ് നെഹ്റുവിൽ നിന്ന് അൻവറിലേക്കുള്ള ആ ഒരു സൂചനയോട് കൂടിയിട്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിടുവായത്തവും അദ്ദേഹത്തിൻ്റെ വിവരക്കേടും ഒക്കെ മാറ്റി നിർത്തിയാൽ ചിന്തനീയമായ ഒരു അംശം ഇതിനകത്തുണ്ട്. അത് വസ്തുതാപരമാണ് എന്നാണ്. ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്നത് ജനാധിപത്യത്തിലെ അനിവാര്യമായൊരു നാടകമാണ്. അത് പലപ്പോഴും പ്രയോജനപ്രദമാണ്, ചിലപ്പോഴൊക്കെ അത് അങ്ങേയറ്റം ഹിംസാത്മകവും അപകടകരവുമാണ് എന്നാണ് ടി ജിയുടെ നിരീക്ഷണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, നന്ദി ടി ജി. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.